വരണം. ആന്റി ഈ ഫ്രോക്ക് ഇട്ട് തരാം. ഇത് പുതിയതാ. വേണ്ട ആന്റി, നല്ല കുഞ്ഞല്ലേ അല്ലേ? എനിക്ക് സാരി മതി. മോള് വലുതാകുമ്പോ സാരി ഉടുക്കാം. ഇനി എന്നാ വലുതാവുന്നേ? ആഹാ, നീ എന്താ ഈ സ്റ്റെതോസ്കോപ്പും തൂക്കിയെടുത്തോണ്ട് നടക്കുന്നത്? ഡാഡി ഇരിക്കൂ. എന്തേ? ഇരിക്കൂ ഡാഡി. പരിശോധനയൊക്കെ കഴിയുമ്പോ സമയം വൈകും. സീരിയസ് ആണോടാ മോനെ? ഡാഡിക്ക് പുളിപ്പല്ല. ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും കഴിക്കരുത്. ഉഷ വരുന്നില്ലേ? ഇല്ല ചേച്ചി, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. എക്സാമിനേഷൻ അടുത്തല്ലോ. ഇക്കൊല്ലെങ്കിലും ഒന്ന് കരകയറണേ, അല്ലെങ്കിൽ എനിക്കാണ് നാണക്കേട്. ഫീസ്? ഓ, അത് മറന്നു പോയല്ലോ. ഒരു ചക്കര ഉമ്മയാണ് ഫീസ്. ഇങ്ങോട്ട് അടുത്ത് വാ. ഓ ചുമ്മാതെയാ, എനിക്ക് തരാന്ന് പറയേ. കൊടുക്കുന്ന മുഴുവൻ മമ്മിക്കാ. വാ 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 വാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു. നമ്മുടെ സംഘത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിയമപ്രകാരം അയാൾ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ കാരണക്കാരൻ ആരായാലും ശരി, അവനോട് നമ്മൾ പ്രതികാരം ചെയ്യും. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഉള്ളത് എല്ലാവർക്കും തുല്യം. അതാണ് നമ്മുടെ പോളിസി. ഈ പോളിസി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കാലുവാരി കളഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയക്കാരല്ല. ഇനിയൊരു പക്ഷേ നമ്മളെല്ലാരെങ്കിലും പോലീസിന്റെ പിടിയിലായാൽ അപ്പോൾ വിഴുങ്ങിയിരിക്കും വിഷം. അങ്ങനെ നമ്മുടെ രഹസ്യങ്ങളെന്നും രഹസ്യമായി തന്നെ ഇരിക്കും. നമ്മുടെ ബുദ്ധിരാക്ഷസനൊന്നും കൊടുത്തില്ല. താങ്ക് യു ചേസ്. നമ്മുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്നവൻ രാജപ്പൻ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഏതു അവൻ നിഷ്പ്രയാസം തുറക്കും. ഏതു മന്ത്രിയുടെ ഒപ്പും നിഷ്പ്രയാസം ഇവനിടും. ഏത് മന്ത്രിയുടെ ഒപ്പുവിടാം. പക്ഷെ ഒപ്പിട്ടാൽ മഷി ഉണങ്ങുന്നതിന് മുമ്പ് മന്ത്രിസഭ താഴെ പോരും. അതേ ഉള്ളൊരു വിഷമം ബോസ്. പക്ഷേ നമ്മുടെ ഈ ഐക്യം എന്ന് നിലനിൽക്കണം. ഹലോ ഡോക്ടർ. അന്ന് ഞാൻ പിടിച്ചു തന്നവനിൽ നിന്ന് വല്ല തെളിവും കിട്ടിയോ? അവനെ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ മരിച്ചു വീണു. അവൻ നേരത്തെ വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരി, പിന്നെ കാണാം. ഓക്കെ ഡോക്ടർ.
ആരാ? താനാരാ? ഞാൻ പപ്പൻ. ബ്ലൂ ഹിൽസ് ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു വേഷം മാറി നടക്കുന്ന വല്ല CID ആയിരിക്കുമെന്ന്. കള്ള. ഞാനും അങ്ങനെയാ വിചാരിച്ചത്. എന്റെ തലയ്ക്ക് ഇവിടുത്തെ പോലീസ് 50,000 രൂപ വിലയിട്ടിരിക്കുകയാണ്. താമസിയാതെ എന്റെ തലയ്ക്കും പോലീസ് ഒരു വിലയിടും. നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാം. ഈ സപ്ലൈ അല്ലാതെ വേറെ വല്ല തൊഴിലും അറിയാമോ? ഇല്ല. എന്നാ 2-3 നല്ല തൊഴിലുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. പൂട്ടുകുത്തി തുറക്കൽ, കള്ള ഒപ്പിടൽ, വഞ്ചന, ചതി, ബലാത്സംഗം, കൊലപാതകം. എന്റെ കൂടെ ചിങ്കിടിയായിട്ട് കൂടാം. ആ, നീ രക്ഷപ്പെടും. വളരെ സന്തോഷം. പോലീസ് പിടിക്കാതെ കഴിയാമല്ലോ. പക്ഷെ ഒരു നിബന്ധന, നീ എന്റെ സംഘത്തിൽ ചേരണം. എന്റെ നിയമപ്രകാരം നീ നടക്കണം. വേലയിറക്കിയാൽ നിന്നെ ഞാൻ തട്ടിക്കളയും. ശരി. അങ്ങ് സാക്ഷാൽ ആരാ? മനുഷ്യ ദൈവം. നാരായണ നാരായണ. ഞാൻ ആരാണെന്ന് നിനക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. ഇപ്പൊ കയ്യിൽ എന്തുണ്ട്? പൊതി കളയടേ. ബിന്ദു, എടാ ബിന്ദു മോനെ. എന്താ? ഡാഡി ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല കേട്ടോ. മോൻ ഉറങ്ങിയല്ലേ? ഇല്ല. മമ്മി ഒരു കഥ പറയൂ. ഈ പാതിരാക്കോ? മോൾ ഉറങ്ങ. എനിക്ക് കഥ കേൾക്കണം. ഡാഡിക്ക് കഥ അറിയോ? അയ്യോ, അറിയില്ലടാ മോനെ. ആന്റിക്ക് അറിയാം. ആന്റി, ആന്റി പഠിക്കുക, ഉപദ്രവിക്കരുത്. പിന്നെ ആന്റിക്ക് ABCD പറഞ്ഞു കൊടുത്തത് ഞാനാ, അറിയോ? നീട്ടിരുത് കേട്ടോ. ഇല്ല മോനെ. പറയും. Thank you.